അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിലിരിക്കുന്ന ഈ ടാങ്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വിരിച്ച് എന്നിട്ട് ഒരു ചട്ടിയിൽ എംസാൻഡ് എടുത്തിട്ടുണ്ട്. അത് വെള്ളമൊക്കെ പറഞ്ഞൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അത് ബോക്സ് ഷേപ്പിലൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എംസാൻഡ് അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡൊക്കെ ഒന്ന് ഇതുപോലെ അടിച്ചൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഈ യൂട്യൂബിൻ്റെ ഷേപ്പ് കിട്ടാൻ സെൻറ്റർ ഇതുപോലെ ഒന്ന് ത്രികോണത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എംസാൻഡ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒരു കോൺ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഒന്ന് ഗ്രൗട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്രൗട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ എഡ്ജിങ് കിടക്കുന്ന ഇടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നെക്സ്റ്റ് ഡേ ആണ് ബാക്കി പരിപാടികളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ വെച്ചെടുത്ത് ഗ്രൗട്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുമ്മായി ഈ ഒരു ടെക്സ്റ്ററിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായി സാധാരണയേക്കാൾ അധികം സിമെൻറ്റ് കൂട്ടിയിട്ടാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന് മേലെ തേച്ചെടുക്കുമ്പോൾ അത്യാവശ്യം കനത്തിൽ തന്നെ തേക്കാൻ നോക്കുക, നല്ല ഉറപ്പുണ്ടാവുള്ളൂ. ഇതിനുള്ളിലുള്ള ഈ കോൺ തേച്ചെടുക്കലാണ് ചെറിയൊരു പണി. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് തേച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിനുള്ളിൽ വലിയ ചട്ടക അലോടല്ല, അതുകൊണ്ട് ചെറിയ ചട്ടക ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേൽഭാഗത്തുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സൈഡും എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ ഇതിന്റെ എല്ലാ പരിപാടികളും കഴിയും. അങ്ങനെ ഇതിൻ്റെ എല്ലാ പണികളും കഴിച്ച് മുടുക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി 1 വീക്കോളം നന്നായിട്ട് നനച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ ഉറപ്പിൽ കിട്ടുള്ളൂ. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് ഇത് തീയൊന്ന് പൊക്കി എടുത്ത് നോക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനുള്ള എംസാൻഡ് മൊത്തം നമുക്ക് കോരി ഒഴിവാക്കണം. ഇതുണ്ടാക്കാൻ കുറഞ്ഞ ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിലുള്ള എംസാൻഡ് പോലെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാം. ഇതിന് പുറത്ത് വെച്ച കോട്ടിങ്ങിന് മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. നമുക്ക് 2-3 ചട്ടിയുടെ അടുത്തോളം എംസാൻഡ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് മൊത്തം ഒന്ന് വെള്ളം വാർന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് മൊത്തമായിട്ടൊന്ന് ഗ്രൗട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ സിമെൻറ്റ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, വേറൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. ഇനി ഇത് നിങ്ങൾക്ക് ഫിഷ് ബോണ്ടായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൗട്ടൊന്നും കൂടി കട്ടി കൂട്ടിയിട്ട് തേച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ അതും ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി ഇത് മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അത് തന്നെ വൈറ്റ് അടിച്ചെടുക്കുന്നത് മൊത്തത്തിൽ. അതിന് വൈറ്റ് സിമെൻറ്റോ വൈറ്റ് പെയിൻറ്റോ ഉപയോഗിക്കാം. അവിടെ വൈറ്റ് പെയിൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന് മേലെ മൊത്തമായിട്ട് റെഡ് അടിച്ചെടുക്കുന്നുണ്ട്. ഈ കോണിൻ്റെ ഉള്ളിലും നമ്മൾ വൈറ്റാണ് അടിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ, കാരണം റെഡ് ഇതിനുള്ളിൽ കിടന്നാൽ കളർ മാറും. ഇനി യൂട്യൂബ് ടാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷികൾക്ക് വെള്ളം കൊടുക്കാനാണ് നമ്മളിത് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലായിരുന്നു ആദ്യം വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അവർക്ക് കുടിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയത്. ഇതാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ വെച്ച് കൊടുക്കാം. ഇനി ഏത് പക്ഷിയാണ് ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പക്ഷി വന്നിട്ടുണ്ട്, ഒരു കിളി വന്നിട്ടുണ്ട്. ഇവൻ തന്നെയാണ് നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്നത്. മാറി മാറി ഇരുന്ന് കുടിക്കുന്നുണ്ട്. ഇവിടുന്ന് വേനൽക്കാലത്തിരുന്ന് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മേക്ക് വേണ്ടേ പോസ്റ്റ് ഇടാൻ കുറച്ച് ടൈം എടുത്തത്. അതുകൊണ്ട് കാക്കസാർമാർ വെള്ളം കുടിക്കുന്നുണ്ട്. ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കുറിച്ച് ഫിഷിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.